വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് SNDP യോഗം എൻ്റെ അഭിമാനം എന്നാണ്. 1860 തിരുവിതാംകൂറിൽ ദിവാൻജിയായിരുന്ന ടി മാധവരായർ ഇംഗ്ലീഷ് വിദ്യാലയവും നാട്ടുഭാഷാ വിദ്യാലയവും സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകി. എന്നാൽ ഈഴവ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഐത്തത്തിൻ്റെ പേരിൽ വിദ്യാലയങ്ങളിൽ നിന്നും പുറത്താക്കുമായിരുന്നു. 1891 കായംകുളത്തും 1895 ആറ്റിങ്ങലും ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിക്കാൻ ചെന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഉന്നത വിദ്യാഭ്യാസമോ ഒരു ജോലിയോ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടിയിരുന്നില്ല. ഇങ്ങനെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിനും വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ 1903 മെയ് 15 രൂപീകരിച്ചതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതിൻ്റെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുദേവൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു, ജനറൽ സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു. എന്നാൽ അന്ന് ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിവില്ലായിരുന്നു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈഴവ സമുദായത്തിൻ്റെ വൈദികവും ലൗകികവുമായ വിദ്യാഭ്യാസം, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ വ്യവസായങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുക, ക്ഷേത്രം, സ്കൂളുകൾ, ധനസഹായം എന്നിവ ഏർപ്പെടുത്തുക എന്നതായിരുന്നു. ഇത് നമ്മുടെ മുമ്പുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. അതുകൊണ്ട് SNDP എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് SNDP പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ ശക്തിയാർജിച്ചു വരികയാണ്. ഇപ്പോൾ യോഗത്തിൻ്റെ കീഴിൽ യൂണിയനുകൾ, ശാഖകൾ, കുടുംബ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘങ്ങൾ, വനിതാ സംഘങ്ങൾ, ബാലജന യോഗം, കുമാരി സംഘം, വൈദിക യോഗം, പെൻഷനേഴ്സ് ഫോറം, എംപ്ലോയീസ് ഫോറം, യൂത്ത് മൂവ്മെന്റ് എന്നിങ്ങനെ പല സംഘടനകൾ SNDPയിൽ പ്രവർത്തിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ SNDP ശക്തിയാർജിച്ചു വരികയാണെന്ന് പറയാം. ഇന്ന് ഒരു തൊഴിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള പരിശീലനമോ സാമ്പത്തിക സഹായവും SNDP നമുക്ക് ചെയ്തു വരുന്നു. ഇന്ന് വിദ്യാഭ്യാസ തലത്തിലും വ്യവസായ തലത്തിലും SNDPയുടെ കൈത്താങ്ങോടെ നാം മുന്നേറുകയാണ്. മുൻകാലങ്ങളിൽ SNDP ശാഖയ്ക്കോ യൂണിയനുകൾക്കോ കെട്ടിടങ്ങളോ ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാ യൂണിയനുകൾക്കും ശാഖകൾക്കും കുടുംബ യൂണിറ്റിനും കെട്ടിടങ്ങളുണ്ട്. ജീവനക്കാരും നിരവധി ആളുകൾ അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും SNDP ഇന്ന് നമ്മൾ മുൻപിലാണ്. ഇതുകൊണ്ട് തന്നെ SNDP എൻ്റേത് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമാണ്. ഇത്രയും പറഞ്ഞതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.